UDF ഭരിക്കുന്ന കോട്ടയം നഗരസഭയ്ക്കെതിരെ സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. തനത് ഫണ്ടിൽ നിന്നും 211 കോടി രൂപ കാണാനില്ലെന്ന ആരോപണമാണ് നിലവിൽ പ്രതിപക്ഷം ഉയർത്തിയിരിക്കുന്നത്. നഗരസഭാ ഡയറക്ടറേറ്റ് വിജിലൻസ് നടത്തിയ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയതായി പറയുന്നത്. വിഷയത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നതാണ് CPMന്റെ ആവശ്യം. ബാങ്കിന്റെ അക്കൗണ്ടിൽ പണം എത്തിയിട്ടില്ലെന്നും കൗൺസിലർ ഷീജ അനിൽ ആരോപിച്ചു. ഒടുവിലത്തെ ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടേക്കുന്നതാണ് 211 കോടി രൂപയുടെ ഓൺ ഫണ്ടിൽ നമ്മുടെ നഗരസഭാ അക്കൗണ്ടിൽ കാണേണ്ട പൈസ ഇല്ല എന്നുള്ള വിവിധ ബാങ്കുകളിലായിട്ട് വന്ന ചെക്കുകൾ പക്ഷേ ആ ബാങ്കിൽ എത്തിയിട്ടില്ല, നിക്ഷേപത്തിൻ്റെ കൂട്ടത്തിൽ വന്നിട്ടില്ല. അത് എവിടെ പോയി എന്ന് ചോദിച്ചിട്ട് കൃത്യമായ ഒരു വിശദീകരണം തരാൻ നഗരസഭാ സെക്രട്ടറിക്കോ ചെയർപേഴ്സണോ കഴിയുന്നില്ല എന്നുള്ള വസ്തുത. ഈ അടുത്ത കാലത്ത് നമുക്കറിയാം, കേരളം മുഴുവൻ വിവാദമായതാണ്. ഇവിടുത്തെ ഒരു ജീവനക്കാരൻ 3.5 കോടി രൂപയായിട്ട് പോയിട്ട് നാളുകൾ കഴിഞ്ഞിട്ടാണ് നഗരസഭാ അധികൃതർ ഇത് അറിഞ്ഞത്. അതേപോലെ തന്നെ മറ്റ് തട്ടിപ്പിലേക്കാണ് ഇത് വഴിവെക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നഗരസഭയിൽ നിന്ന് മുൻ ഉദ്യോഗസ്ഥൻ കോടികൾ മുക്കിയ സംഭവത്തിൽ നടപടികൾ മന്ദഗതിയിലായി തുടരുന്നതിനിടയിലാണ് പുതിയ ക്രമക്കേട് പുറത്തുവന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന കൗൺസിൽ യോഗത്തിലാണ് വിഷയം ഉന്നയിക്കപ്പെട്ടത്. വിവിധ ബാങ്കുകളിൽ നിക്ഷേപിക്കേണ്ട തുകയാണ് കാണാതായിട്ടുള്ളത്. അതേസമയം പുതിയ പരാതിയിൽ ഒരു റിപ്പോർട്ടും നഗരസഭയ്ക്ക് ലഭിച്ചിട്ടില്ലെന്നും വസ്തുതകൾ പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നുമാണ് നഗരസഭാ അധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യന്റെ വിശദീകരണം. നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ബഹുമാനിയായ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ഷീജാനിലാണ് ഇതുപോലെ ഒരു ആരോപണം ഉന്നയിച്ചത്. ഇതിനെപ്പറ്റി ഉദ്യോഗസ്ഥ തലത്തിലോ ഓഡിറ്റ് തലത്തിലോ എനിക്കിതുവരെയും ഒരു വിവരവും ലഭിച്ചിട്ടില്ല. ഇന്നലെ കൗൺസിൽ യോഗത്തിന് ശേഷം അടിയന്തരമായിട്ട് സെക്രട്ടറിക്ക് ഇതിനെപ്പറ്റി പരിശോധിച്ച് വ്യക്തമായ റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടിയിട്ട് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സീ മലയാളം ന്യൂസ്, കോട്ടയം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.